കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സത്യവാങ്മൂലവും സമർപ്പിക്കണം. പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി കേസ് വിശദവാദം കേൾക്കാൻ തീരുമാനിച്ചതോടെ തുടർന്നുള്ള നടപടികൾ നിർണായകമാണ്. എന്നാൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം CPIM തള്ളുകയാണ്. ഇരയ്ക്കൊപ്പമെന്ന ആണയിട്ട് സർക്കാരും പാർട്ടിയും, മരിച്ചിട്ടും നവീനെ വിടാതെ പ്രതിയും സംഘവും, സംശയനിഴലിൽ പോലീസും കളക്ടറും. നവീൻ ബാബുവിൻ്റെ മരണം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ADM നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രതിയും സംഘവും കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, കളക്ടറുടെ സംശയകരമായ ഇടപെടലുകൾ, അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകൾ എന്നിവ അക്കമിട്ട് നിരത്തിയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച കോടതി കാര്യങ്ങൾ വിശദമായി തന്നെ കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേസ് ഡയറി ഹാജരാക്കാനും വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. എന്നാൽ നിലവിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾക്ക് കോടതി തടയിട്ടിട്ടുമില്ല. ഇരയ്ക്കൊപ്പമെന്ന് പറഞ്ഞ സർക്കാരും അതോടൊപ്പം തന്നെ പാർട്ടിയും ഈ നിയമയുദ്ധത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ആരോപണങ്ങളിൽ ഏറെയും. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത വല്ലാത്ത അവസ്ഥ. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് പൊതുവായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇതിനിടെ പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗം ജീവനക്കാരനായിരുന്ന TV പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യവകുപ്പിനോട് തേടുകയുണ്ടായി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നേരിട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ ശുപാർശ, അന്വേഷണ റിപ്പോർട്ട്, പെട്രോൾ പമ്പ് തുടങ്ങാൻ TV പ്രശാന്തന് അനുമതി നൽകിയിട്ടുണ്ടോ തുടങ്ങിയവയായിരുന്നു ചോദ്യങ്ങൾ. പക്ഷേ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതി നടപടികളും നടക്കുന്നതിനാൽ റിപ്പോർട്ട് തരാൻ ആകില്ലെന്നായിരുന്നു മറുപടി. ആത്മഹത്യാ പ്രേരണയെന്ന കണ്ടെത്തലിലും അനുബന്ധ തെളിവുകളിലുമാണ് SIT കേന്ദ്രീകരിക്കുന്നത്. PP ദിവ്യ ഒഴികെ മറ്റാരെയും ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. SIT രൂപീകരണത്തിന് ശേഷം പുതിയ കണ്ടെത്തലുകൾ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കുന്നതാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ നീക്കങ്ങൾ. ഇനി സത്യം തെളിയണമെങ്കിൽ നീതിന്യായ സംവിധാനം തന്നെ കനിയണം. S. ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന പരാതി. കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും കുടുംബം ആശങ്കപ്പെടുന്നുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലേ? സർക്കാരിനും പാർട്ടിക്കും ഒളിക്കാൻ എന്തെങ്കിലുമുണ്ടോ? കാണാം പ്രതികരണങ്ങൾ. എൻ്റെ അഭിപ്രായം, ഇവിടെ നമ്മളിപ്പോൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ആ കുടുംബം, അവർക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നേരായ രീതിയിൽ നടക്കണം. എങ്ങനെയായാലും ആ കുടുംബത്തിന് നീതി ലഭിക്കണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം ആ മനുഷ്യൻ അതുപോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് അന്വേഷണം വന്നാലും ആ കുടുംബത്തിന് നീതി കിട്ടണം. ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തു എന്ന് പറഞ്ഞു CBI അന്വേഷിക്കണമെന്ന്. ആദ്യം മുതലേ ഞങ്ങൾക്കുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കും നാട്ടുകാരി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന് അപ്പോൾ ആ ഇതിൽ ഞങ്ങൾക്ക് സത്യം മറ നീക്കി പുറത്തു വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. കുടുംബം ആരോപിക്കുന്ന കുറ്റം ഇതുപോലെ തന്നെ അത് CBI അന്വേഷിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. കുടുംബത്തിന് നീതി കിട്ടണം. എൻ്റെ അഭിപ്രായം CBI അന്വേഷിക്കുന്നത് തന്നെ അത് നിലവിലെ സംശയപരമായ നിലപാടുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
2 പെൺമക്കളുള്ള അദ്ദേഹം യാതൊരു കാരണവശാലും ആത്മഹത്യയോ മറ്റു കാരണം ചെയ്യാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു CBI അന്വേഷണത്തിൽ കൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ മരണം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ നാട്ടുകാർ.